ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് ഐഎഎസ്. നമുക്കറിയാം UPSCയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട സമയമാണ് ഇപ്പം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് UPSC കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായിട്ട് ഒരുപാട് ആസ്പിരൻസിന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു റൈസ് അപ്പ് IAS അക്കാഡമി. സോ ഫസ്റ്റ് തന്നെ നമ്മൾ UPSCയുടെ വെബ്സൈറ്റ് എടുക്കുക. UPSC ഇവിടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോളം ആയിരിക്കും ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് ലോഗിൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ആൻഡ് കോമൺ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് എക്സാമിനേഷൻ. സോ ആദ്യമായിട്ടാണ് UPSCയുടെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുവരെ UPSCയുടെ ഒരു എക്സാമിനേഷനും കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ UPSCയുടെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോഗിൻ കൊടുത്ത് ലോഗിൻ അക്കൗണ്ടിലേക്ക് ചെയ്യുകയാണ് വേണ്ടത്. ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സൽ രജിസ്ട്രേഷൻസ് ഒക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ എക്സാമിന് എഴുതിയ കുട്ടികളും അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ ഏതെങ്കിലും EPFO പോലെയുള്ള എക്സാമുകളൊക്കെ എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ യൂണിവേഴ്സൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് ഒരു അക്കൗണ്ടും ഇല്ല, ആദ്യമായിട്ടാണ് UPSC എക്സാമിനേഷന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് പോവുക. ക്രിയേറ്റ് അക്കൗണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് മിനിമം വേണ്ടിയിരിക്കുന്നത് ഒരു ഇമെയിൽ ID വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ കൂടി വേണം എന്നുള്ളത് മാത്രമാണ്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പോകുന്ന വിൻഡോ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് വരും. എന്തൊക്കെയാണ് ക്രിയേറ്റ് അക്കൗണ്ടിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കും. അതിവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ഫോർ അക്കൗണ്ട് ക്രിയേഷൻ പോവുക. വൺസ് യു ആർ ഗോയിങ് പ്രൊസീഡ് ഫോർ അക്കൗണ്ട് ക്രിയേഷൻ, നിങ്ങളുടെ ഇമെയിൽ ID ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഡിക്ലറേഷൻ സൈൻ ചെയ്തതിനു ശേഷം ഗെറ്റ് OTP. സോ ഈ OTP നിങ്ങളെ ഇമെയിൽ ID-യിലേക്കായിരിക്കും വരിക. ഇമെയിൽ ID-യിൽ നിന്ന് ആ OTP എടുത്ത് എന്ത് ചെയ്യുക, OTP കൊടുത്ത് വീണ്ടും ക്യാപ്ച കൊടുത്ത് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുക. രണ്ടാമത് അതിനുശേഷം നേരെ പോവുക മൊബൈൽ ഫോൺ വെരിഫിക്കേഷനിലാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താണോ അത് 2 തവണ മൊബൈൽ നമ്പർ അടച്ച് ക്യാപ്ച അടിച്ചതിന് ശേഷം ഡിക്ലറേഷൻ സൈൻ ചെയ്ത് ഗെറ്റ് OTP കൊടുക്കുക. OTPക്ക് ശേഷം നിങ്ങൾ ആ OTP വീണ്ടും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളെ പാസ്വേഡ് സെറ്റ് ചെയ്യലാണ്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ. മിനിമം 8 ലെറ്റർ വേണം പാസ്വേഡിന്. ബേസിക്കലി ഇപ്പോൾ ഉള്ള എല്ലാ പാസ്വേഡിനും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ അറ്റ്ലീസ്റ്റ് 1 ലെറ്റർ അപ്പർ കേസ് ആയിരിക്കണം. അതേപോലെ തന്നെ മസ്റ്റ് കണ്ടെയ്ൻ 1 ലോവർ കേസ്. സോ 1 അപ്പർ കേസോ 1 ലോവർ കേസ് ആയിട്ടുള്ള ലെറ്റർ എന്തായാലും വേണ്ടി വരും. അതേപോലെ തന്നെ പാസ്വേഡ് 0 to 9 1 ന്യൂമറിക്കൽ നമ്പർ ഉണ്ടാവണം. ആൻഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതിനകത്ത് സ്റ്റാർ, ഹാഷ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും പാസ്വേഡിൽ ഉണ്ടാവണം. സോ യു ക്യാൻ ചൂസ് യുവർ ഓൺ പാസ്വേഡ് ആൻഡ് റീകൺഫേം ദ പാസ്വേഡ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ വിൻഡോയിലേക്ക് വരും. അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. സോ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വീണ്ടും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, മൊബൈൽ OTP ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ച് ചെയ്യാം. സോ OTP മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ OTP വരുന്നു, ക്യാപ്ച കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. അപ്പം അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ വൺസ് യു ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, ആ അക്കൗണ്ട് നിങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വരാൻ പോകുന്ന അക്കൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. സോ ഓൾറെഡി ദോസ് ഹു ആർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്കായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പൊ അവിടെ നമുക്കറിയാം ഇവിടെ പാസ്വേഡ് മാറ്റാം, ഇമെയിൽ ID മാറ്റാം, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ലാസ്റ്റ് ടൈം കൊടുത്തതിനെക്കാട്ടും വ്യത്യസ്തമായുള്ള എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ UPSC കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നവർ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോവുക, പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ. അതല്ല, നിങ്ങൾ ഓൾറെഡി കൊടുത്തവരാണ്, നിങ്ങളെല്ലാം യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ വരിക. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ഡാറ്റാസ് കാണാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് അക്കൗണ്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് പോകേണ്ടത് യൂണിവേഴ്സൽ രജിസ്ട്രേഷന്റെ സ്ഥലത്തേക്കാണ്. സോ പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ എന്ന സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ യു വിൽ ബി ഗെറ്റിംഗ് ആൻഡ് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഫില്ലിംഗ് ഓഫ് യൂണിവേഴ്സൽ
രജിസ്ട്രേഷൻ. സോ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വേണ്ടി വരും നിങ്ങളുടെ പേര്, അതേ പേര് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് അതേ പേര് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പേര് ഗസറ്റിൽ കൊടുത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയവരാണെങ്കിൽ ആ നെയിം ചേഞ്ച് ചെയ്തതിനെ പറ്റിയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ നിങ്ങൾ ആധാർ മൊബൈലുമായി ലിങ്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ ലിങ്ക്ഡ് വെരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആധാർ സെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ആധാർ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അതർ ഡോക്യുമെന്റും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാം. ബട്ട് ദർ ഈസ് വൺ ഇഷ്യൂ, നിങ്ങൾ ആധാർ അല്ലാത്ത ഒരു ഡോക്യുമെന്റ് ലെറ്റ്സ് സേ പാസ്പോർട്ടോ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിൽ കുറച്ച് നേരത്തെ ചെല്ലാൻ വേണ്ടി UPSC പറയുന്നുണ്ട് ഫോർ ഫർദർ വെരിഫിക്കേഷൻ. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെരിഫിക്കേഷന്റെ കാര്യത്തിൽ UPSC ഈ വർഷം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിമിഷം എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകാതിരിക്കുക, കുറച്ചുകൂടി നേരത്തെ എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം. 3 ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം ആൻഡ് തേർഡ് നെയിം അങ്ങനെയായിട്ട് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ നെയിം ഒഴിവാക്കാം, ഫസ്റ്റ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം ആയിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വൺസ് നിങ്ങളെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെൻഡർ എന്താണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഫാദറിന്റെ നെയിം എന്താണ്, ഇതെല്ലാം 2 തവണ കൊടുക്കണം. ബിക്കോസ് all this data you are giving here as part of universal registration നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡാറ്റയും പിന്നീട് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് UPSC പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം 2 തവണ വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് UPSC എല്ലാ ഡാറ്റയും എടുക്കുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങളെ ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം ഇത് കൊടുക്കുക. അതേപോലെ തന്നെ അത് വൺസ് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെരിഫിക്കേഷൻ ആയിട്ട് വീണ്ടും ഒരു വിൻഡ് വരും. വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കുക. ഒരുപാട് ആസ്പിറൻസിന് വരുന്ന ഒരു തെറ്റാണ്. സോ സബ്മിറ്റ് 2-3 തവണ UPSC വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങളോട് സബ്മിറ്റ് കൊടുക്കാൻ പറയുന്നത്. സോ വെരിഫിക്കേഷൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ്, ആധാർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന വിൻഡോയിലേക്ക് പോകും. സോ ഇവിടെ നിങ്ങൾക്ക് ആധാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ OTP വെച്ചിട്ട് വെർച്വൽ ഐഡന്റിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ്. സോ ഈ പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആവും. ഇനി നിങ്ങളിൽ ആധാർ ഇല്ല അല്ലെങ്കിൽ വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആധാർ കൊടുത്തിട്ട് ആധാർ അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല മറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട്സ് പോലെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ നമ്പർ, അതിന്റെ വാലിഡിറ്റി ഒക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ID എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഇപ്പം മറ്റ് ഡോക്യുമെന്റ് ആണ് വെരിഫിക്കേഷൻ, ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ID_card.pdf എന്ന ഫയലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അങ്ങനെ ഒരു ഫയൽ നിങ്ങൾ ID കാർഡ് എടുത്തതിന് ശേഷം ആ PDF ഫയലിൽ ബേസിക്കലി നോട്ട് PDF, JPG ഫയലാണ് ഇവിടെ വേണ്ടത്. സോ ഇമേജ് ഫയലായിട്ട് ID_card.jpg ഫയലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കാർഡ് ഇഷ്യൂ ചെയ്യാം. അതിന്റെ സൈസ് 20 KB to 200 KB ആണ്. സോ ഇവിടെ നിങ്ങൾ ചൂസ് കൊടുക്കുക, എന്നിട്ട് ഈ ഫയൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് റിവ്യൂലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് അപ്ലോഡ് ആയി വരും. ഓക്കെ, ഇനി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, പാസ്പോർട്ട് ആണെങ്കിൽ ഈ രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ, എല്ലാം സിംഗിൾ പേജിൽ വരുന്ന പോലെ ഒരു ഇമേജിൽ എല്ലാ ഡീറ്റെയിൽസും വരുന്ന പോലെ വേണം നിങ്ങൾ ചെയ്യാൻ. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് ആധാർ ആസ് യുവർ ഐഡന്റിറ്റി കാർഡ്, ഓൺലൈൻ വെരിഫിക്കേഷൻ ഇപ്പൊ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ UPSC എക്സാമിനേഷൻ നിങ്ങൾ നേരത്തെ ചെല്ലാൻ വേണ്ടി UPSC ഒരു വാർണിംഗ് സിഗ്നൽ അവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് റിവ്യൂ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാം. വൺസ് യു സബ്മിറ്റഡ്, നെക്സ്റ്റ് ഏരിയ ഈസ് യുവർ മെട്രിക്കുലേഷൻ ബോർഡ് പ്രൊഫൈൽ ആണ്. അതായത് നിങ്ങളെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇന്ത്യയിലാണോ അതോ ഔട്ട്സൈഡ് ഇന്ത്യയിലാണോ നിങ്ങളുടെ 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ കൊടുക്കുക, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ കൊടുക്കുക, പുറത്താണെങ്കിൽ പുറത്ത് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണ്, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏത് ബോർഡിന്റെ കീഴിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഏത് വർഷമാണ് നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ളത്, ഇതെല്ലാം 2 തവണ ചോദിക്കുന്നുണ്ട്. ബേസിക്കലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ ഇറർ while filling this particular application form. So സർട്ടിഫിക്കറ്റ് നമ്പർ, റോൾ നമ്പർ എത്രയായിരുന്നു 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏതാണ് സ്കൂൾ എന്നുള്ളതിന്റെ UDISC കോഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ UDISC കോഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാം. നിങ്ങളെ സംസ്ഥാനം കൊടുക്കുക, നിങ്ങളെ ജില്ല കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റുകൾ വരും. അതിൽ നിന്ന് നിങ്ങളുടെ സ്കൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഇതെന്താണ്, ഇതൊക്കെ ഈ വർഷം വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. അതേപോലെ തന്നെ വൺസ് നിങ്ങളെ സ്കൂള്, ബോർഡ് എക്സാമിനേഷൻ എല്ലാം റോൾ നമ്പർ കൊടുത്ത് അത് റിവ്യൂ ചെയ്ത് വീണ്ടും അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൂടി എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ബോർഡ് /സർട്ടിഫിക്കറ്റ്
എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആ ഫയൽ രജിസ്റ്റർ ചെയ്യാൻ. board_certificate എന്ന് ആയിരിക്കണം അതിന്റെ നെയിം ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു URN യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യും. പക്ഷേ ദിസ് കനോട്ട് ബി അപ്ഡേറ്റഡ് ലേറ്റർ. സോ ഇഫ് യു ആർ ഓൺലി ആഫ്റ്റർ റിപ്പീറ്റഡ് ചെക്സിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ വൺസ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ആയി കഴിഞ്ഞു. സോ ദിസ് ഈസ് വൺ രജിസ്ട്രേഷൻ ആണ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഓൾ ദി UPSC എക്സാമിനേഷൻ. അത് ഡാറ്റാസ് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഈ കോമൺ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പേഴ്സണൽ പ്രൊഫൈല്, പാരന്റിന്റെ പ്രൊഫൈല്, നിങ്ങളുടെ സോഷ്യൽ കാറ്റഗറി, ഡിസബിലിറ്റി, അഡ്രസ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് എക്സ്പീരിയൻസ്, അച്ചീവ്മെന്റ്സ്, പ്രീവിയസ് UPSC എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആൻഡ് സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഫോട്ടോ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ പേഴ്സണൽ രീതിയിൽ നിങ്ങൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മദർ ടങ്, അതേപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ചോദിക്കുന്നുണ്ട്. സോ പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ്, അതിന്റെ സ്ഥലം, അതിന്റെ അഡ്രസ്, പിൻകോഡുകൾ ചോദിക്കുന്നുണ്ട്. ദെൻ UPSC ഈസ് ഓൾസോ ഗിവിംഗ് ആൻ ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ ആഡ് എ വാട്സ്ആപ്പ് നമ്പർ. സോ ട്രൈ ടു ആഡ് വാട്സ്ആപ്പ് നമ്പർ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഫർദർ അപ്ഡേറ്റ്സ് ത്രൂ വാട്സ്ആപ്പ്. സോ അതൊരു നല്ല ഓപ്ഷൻ ആണ്. ഇനി എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ID, ഓൾട്ടർനേറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഈ വാട്സ്ആപ്പ് നമ്പർ പുതിയതായിട്ട് വന്നുള്ള ഒരു വാല്യൂ അഡീഷൻ ആണ്. മീൻസ് ഈ വർഷത്തെ ആപ്ലിക്കേഷനിലുള്ളതാണ്. അത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ഇനി അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈനലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് റിവ്യൂ ചെയ്തതിന് ശേഷം പാരന്റ്സിന്റെ പ്രൊഫൈലാണ്. സോ അച്ഛന്റെ പേര്, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കുക. എന്താണ് ഒക്യുപ്പേഷൻ, ഫാദറിന്റെ ഇൻകം എന്താണ്, സിറ്റിസൺഷിപ്പ് കൊടുക്കുക, ഏത് സ്റ്റേറ്റ്, സംസ്ഥാനം കൊടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെയും ഡീറ്റെയിൽസ്, സെയിം ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ റിവ്യൂ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ഒന്നുകൂടി എന്ത് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നേരിട്ട് പോകുന്നത് നിങ്ങൾക്ക് സോഷ്യൽ സർവേ എടുക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിലേക്കാണ്. സോഷ്യൽ സർവേ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ഇത് മറ്റ് നിങ്ങളെ റിസർവേഷന് വേണ്ടി ഉപയോഗിക്കാനുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ല. പക്ഷെ നിങ്ങളുടെ കാറ്റഗറി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഫോമിലേക്ക് പോകാം. ദാറ്റ് ഈസ് യുവർ ഡിസബിലിറ്റി പ്രൊഫൈൽ. ഡിസബിലിറ്റി പ്രൊഫൈലിൽ നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ കാറ്റഗറീസിൽ നിങ്ങൾ OBC ആണോ ജനറൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ ജനറൽ കൊടുക്കുക, OBC ആണെങ്കിൽ OBC കൊടുക്കുക, SC ആണെങ്കിൽ SC കൊടുക്കുക, ST ആണെങ്കിൽ ST കൊടുക്കുക. അതേപോലെ നിങ്ങൾ കാസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടുന്ന് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡിസബിലിറ്റി സ്റ്റാറ്റസിലേക്ക് പോകും. ഡിസബിലിറ്റിയിൽ നിങ്ങൾ ഡിസേബിൾഡ് ആയുള്ള ഒരു പേഴ്സൺ ആണ്, UPSCയുടെ അണ്ടറിൽ ഡിസേബിൾഡ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ സോഷ്യൽ കാറ്റഗറിയിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, അതോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണോ, OBC ആണോ, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ SC ആണോ ST ആണോ എന്ന് കൊടുക്കുക. OBC ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിങ്ങളുടെ നോൺ ക്രീമിലർ ആണോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസബിലിറ്റിയിൽ പോവാം. വൺ ഡിസബിലിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് ആണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. സോ അഡ്രസ്സിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെന്നുണ്ടെങ്കിൽ S കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും പെർമനന്റ് അഡ്രസ്സും ഓട്ടോമാറ്റിക്കലി ഒന്നായിട്ട് വരും. അതിനുശേഷം നിങ്ങളുടെ ഫാദറിന്റെ അഡ്രസ്സ് കൊടുക്കണം. അത് സെയിം അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് S കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. മദറിന്റെ അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് S കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആയിക്കോളും. അത് രണ്ടും ഫിൽ ആയതിനു ശേഷം അതൊന്ന് വെരിഫിക്കേഷൻ വരും. എല്ലാവരുടെയും അച്ഛന്റെയും നിങ്ങളുടെയും കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഒക്കെ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് അടുത്തതിലേക്ക് പോകുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രൊഫൈലാണ്. എഡ്യൂക്കേഷനിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തതാണ്. അതുകൊണ്ട് ഇനിയും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഫില്ല് ചെയ്യേണ്ട. അതിന് പകരം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദെൻ നിങ്ങളുടെ ഡിഗ്രി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ PG എഡ്യൂക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻസ് ഉണ്ടോ ആ എഡ്യൂക്കേഷൻസ്, അതിന്റെ ഇയർ കംപ്ലീറ്റ് ചെയ്തത്, അതിന്റെ സ്കൂളിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതേപോലെ ഫസ്റ്റ് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക, ആഡ് കൊടുക്കുക, സെക്കൻഡ് വീണ്ടും ആഡ് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോളേജ് ലൈഫ്, ഡിഗ്രി ലൈഫിലെ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കുക. ഇനി ഡിഗ്രി 2 ഉണ്ടെങ്കിൽ ഒരു ഡിഗ്രി കൂടി ആഡ് ചെയ്യുക. ഓൾ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ദെൻ വൺസ് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇൻ എംപ്ലോയ്മെന്റ് ആണ്. നിങ്ങൾ ഫർദർ മുന്നേ എവിടെയെങ്കിലും എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ S കൊടുക്കുക. S കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ വർക്ക് ചെയ്തു, എത്ര രൂപയാണ് നിങ്ങളുടെ ശമ്പളം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ ഈ ഏരിയ ഓഫ് ഫീൽഡ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒരു കോളം വരും, അവിടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ സമയത്തെയും ഓരോ കമ്പനിയുടെയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പീരിയൻസോ നിങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്ത് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇവിടെയാണ് അച്ചീവ്മെന്റ്സിന്റെ ഭാഗത്തേക്ക് വരുന്നത്.
ചെയ്യുന്നത്. ഇത് UPSC നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, തീർച്ചയായിട്ടും എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസ്, മെഡൽ, സ്കോളർഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്യാം. ഇത് സ്വാഭാവികമായിട്ടും UPSC ഇന്റർവ്യൂവിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ അനാലിസിസ് ഫോമിൽ ഈ കാര്യങ്ങൾ വരുന്നതായിരിക്കും. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ ഒരു ബേസിക് ലെവലിലേക്ക് നിങ്ങൾ അത് ആലോചിച്ച് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയം ആകുമ്പോഴേക്ക് നമുക്ക് വീണ്ടും അത് ഫർദർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ NCCയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ സ്പോർട്സിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് പൊസിഷൻ, സ്കൂൾസ് ആൻഡ് കോളേജിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് പൊസിഷൻ, ഇപ്പൊ സ്കൂളിലെ ലീഡർ ആയിട്ടുണ്ട്, കോളേജിലെ ചെയർമാൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റിയിൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഫീൽഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൊടുക്കാവുന്നതാണ്. അത് പ്രിവ്യൂ കൊടുത്തതിന് ശേഷം, ഇതൊന്നും മാൻഡേറ്ററി അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, NCC ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പോർട്സുമായിട്ടും NCCയുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഇല്ല എന്ന് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടാം. ഉള്ളവരെന്തായാലും തീർച്ചയായിട്ടും അത് കൊടുത്ത് തന്നെ ഫില്ല് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ അച്ചീവ്മെന്റ് കൊടുത്തതിന് ശേഷം അത് സബ്മിറ്റ് കൊടുക്കുക. വൺസ് അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് പ്രീവിയസ് UPSC എക്സാമിനേഷൻ പ്രൊഫൈലിലേക്കാണ്. സോ പ്രീവിയസ് UPSC എക്സാമിനേഷൻ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, മുന്നേ കൊടുത്ത എക്സാംസ് ഏതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസ് പ്രിലിംസ് ആണ്, 2025 ആണ്. അതിൽ റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പർ കൊടുക്കുക. ഇനി ഇൻ കേസ് യു ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ പ്രീവിയസ് അറ്റംപ്റ്റ്സിന്റെ റോൾ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 70 ഇട്ട് കൊടുത്താൽ മതി. സോ 70 ഇൻസ്റ്റെഡ് ഓഫ് റോൾ നമ്പർ 70 ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡീബാർ ചെയ്തിട്ടുണ്ടോ, പ്രീവിയസ്ലി UPSC എക്സാമിനേഷൻ എങ്ങാനും ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. ഡീബാർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക, എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് നോ ആയിരിക്കും, നിങ്ങൾ എസ് പോയി കൊടുക്കരുത്, ഡീബാർ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഡീബാർ ചെയ്തില്ലെങ്കിൽ നോ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക, നെക്സ്റ്റ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. അനദർ സ്റ്റേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റേജ്, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ്. UPSC ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഈ വർഷത്തെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ, കോമൺ ആപ്ലിക്കേഷൻ ഫോമിൽ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഫോട്ടോയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 20 KB-യുടെയും 200 KB-യുടെയും ഇടയിലായിരിക്കണം. JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇനി അതിന്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഫോട്ടോ എന്ന് തന്നെ ആയിരിക്കണം. നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ ഫയൽ നെയിം ആ ഒരു സാധനത്തിന്റെ പേര് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഈ ഫോട്ടോയുടെ ടോട്ടൽ ഏരിയയിൽ, അതായത് ഇതൊരു പാസ്പോർട്ട് സൈസ് ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയയിലെ 3/4 നിങ്ങളുടെ ഫേസ് തന്നെ ആയിരിക്കണം. മുക്കാ ഭാഗവും നിങ്ങളുടെ ഫേസ് തന്നെ ആയിരിക്കണം. ഓക്കെ, അതല്ലാതെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഷോൾഡർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു, ഇവിടെയാണ് തല, ബാക്കിയെല്ലാം വേറെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. മുക്കാ ഭാഗം ഫേസ് നല്ല രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ വരുന്നത്. ആൻഡ് ഫേസ് തീർച്ചയായിട്ടും ക്യാമറയോട് സ്ട്രെയിറ്റ് ആയിരിക്കണം. സൈഡ് ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഉദാഹരണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചെവി രണ്ടും കൃത്യമായിട്ട് കാണാം. അപ്പൊ രണ്ട് ചെവിയും കാണുന്ന രീതിയിൽ ഫേസ് കണ്ടില്ല, 3/4 ഫോട്ടോയിൽ എവിടെയാണ്, ഫേസ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഫേസ് എടുത്ത് കാണുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ UPSC ഓട്ടോമാറ്റിക്കലി ഈ ഫോട്ടോ ഇവിടുന്ന് റിജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ UPSC പറയും ദ ഫേസ് ഈസ് നോട്ട് ഇൻ 3/4 എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ അവസാന നിമിഷത്തേക്ക് ആപ്ലിക്കേഷൻ മാറ്റി വെക്കരുത്. കാരണം ഫോട്ടോ വലുതല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. 3/4 ഫോട്ടോ ഉണ്ടാക്കി വെക്കുക. 20 KB 200 KB-യിലേക്ക് അവസാന നിമിഷത്തേക്ക് ഇതിനകത്ത് വെയിറ്റ് ചെയ്യരുത്. എത്രത്തിലുള്ള ഫോട്ടോ പറ്റില്ല എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ ബ്ലേർഡ് ആയിട്ടുള്ള ഫോട്ടോ കണ്ടില്ലേ, ഇതിനകത്ത് ചെവി കാണുന്നില്ല, അങ്ങനെയുള്ള ഫോട്ടോസ്, ടു ക്ലോസ് ആണ്, ക്യാപ്പ് വെച്ച ഫോട്ടോസ്, തലതിരിഞ്ഞ ഫോട്ടോസ്, കണ്ണാടി, ഇങ്ങനത്തെ കണ്ണാടി വെച്ച ഫോട്ടോസ്. ഇനി നോർമൽ ഇങ്ങനെയുള്ള, നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെ കണ്ണാടി വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഗ്ലെയർ അടിക്കാതിരിക്കണം എന്ന് UPSC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കണ്ണാടി വെച്ചും എടുക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്ലെയർ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക്കലി UPSC പറഞ്ഞിട്ടുള്ള കാര്യം. സോ ഫോട്ടോ അവിടെ അപ്ലോഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ then you have another option here. There is a live photographer. സോ ഈ വർഷം തൊട്ട് UPSC എക്സാമിനേഷൻ സെന്ററിൽ ലൈവ് ഫോട്ടോഗ്രാഫിക് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണം ഈ പ്രാവശ്യം. കാരണം നിങ്ങൾക്ക് അവിടെ ചെന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. ആദ്യമായിട്ടാണ് UPSC ഇത് ചെയ്യുന്നത്. SSC പോലെയുള്ള എക്സാമിനേഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ കാര്യം ആലോചിക്കേണ്ടത് ടെക്നിക്കലി ആ എക്സാം നടത്തുന്ന ആളുകൾക്ക് ടീച്ചേഴ്സ് ആണ്, ഇത്രത്തോളം നോളജ് ഒക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് അവിടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പം കുറച്ച് നേരത്തെ പോവുക എന്നുള്ളതാണ് സേഫ് സൈഡ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈവ് ഫോട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്ചർ ഫ്രം മൊബൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗോ റീഡയറക്ട് ടു UPSC വിൻഡോ ഇൻ മൊബൈൽ. അവിടുന്ന് അത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് സിമിലർ ടു UPSCക്ക് നിങ്ങൾ കൊടുത്ത ഫോട്ടോയുടെ സിമിലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെ കൊടുക്കാനാണ് UPSC പറയുന്നത്. അപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഒരു റീസെന്റ് ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോ തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എക്സാം സെന്ററിന്റെ വെരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോട്ടോസ് ആണ്. അതിനകത്തും ഫേസ് തന്നെ ആയിരിക്കണം മജോറിറ്റി ഏരിയ വരുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് അവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതിനുശേഷം സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ ഈ തവണ നമ്മൾ ഒരു സിഗ്നേച്ചർ ആയിരുന്നു സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ തവണ ഒരൊറ്റ ഇമേജ് ആഡ് ചെയ്താൽ മതി, പക്ഷെ ആ ഇമേജിൽ 3 സിഗ്നേച്ചർ വേണം. 3 സിഗ്നേച്ചർ നിങ്ങൾ ഫയലിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ തന്നെയാണ്, ഇമേജിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. 200 KB to 100 KB ആണ് ഫയൽസിന്റെ സൈസ് മാക്സിമം വരാം. ഫയലിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ ഫയലിന്റെ പേര് സിഗ്നേച്ചർ എന്നുള്ളതായിരിക്കണം. ഇനി സിഗ്നേച്ചറിൽ നിങ്ങൾക്ക് പിക്സൽസ് വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള ഒരു പിക്സൽ ലെങ്ത് എന്ന് പറയുന്നത് 350 into 500 പിക്സൽസ് ആണ്. ഇത് നമുക്ക് കുറെ ആപ്പ് ഓൺലൈനിലൊക്കെ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോർമാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഒരു ഇമേജിൽ 3 അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ 3 സിഗ്നേച്ചറുകൾ താഴെയായി വെർട്ടിക്കലി ആയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സിഗ്നേച്ചർ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് വെർട്ടിക്കലി തന്നെ ആയിരിക്കണം. ഇപ്പൊ ഇതിനകത്ത് ഒറിസോണ്ടൽ ആയിട്ടാണ് സിഗ്നേച്ചർ ഇട്ടത്. സോ ഫസ്റ്റ് സിഗ്നേച്ചർ, സെക്കൻഡ് സിഗ്നേച്ചർ, തേർഡ് സിഗ്നേച്ചർ ഇങ്ങനെ ഇടാൻ പാടില്ല. പകരം എങ്ങനെ ഇടണം, ഫസ്റ്റ് സിഗ്നേച്ചർ, സെക്കൻഡ് സിഗ്നേച്ചർ, തേർഡ് സിഗ്നേച്ചർ. 2 സിഗ്നേച്ചർ തമ്മിൽ എന്താണ് അത്യാവശ്യം വ്യത്യാസമായി മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ റൂൾഡ് പേപ്പറിലായിരിക്കരുത്, വൈറ്റ് പേപ്പറിൽ തന്നെ ആയിരിക്കണം. വരയിട്ട പേപ്പറിലല്ല, വൈറ്റ് പേപ്പറിൽ തന്നെ ആയിരിക്കണം സിഗ്നേച്ചർ ഉണ്ടത്. ക്ലിയർ ആയുള്ള സിഗ്നേച്ചറുകൾ തന്നെ തരുന്ന ഇമേജസ് ഇട്ടാൽ പോരാ. സോ 3 ഐഡന്റിറ്റിക്കൽ കൃത്യമായ ഒരേ സിഗ്നേച്ചർ തന്നെ ഇടുകയും വേണം. 3 രീതിയിലാവരുത്. 3 സിഗ്നേച്ചർ കൃത്യമായിട്ട് ഇട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് OBC-കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് caste_certificate എന്നായിരിക്കണം ഫയലിന്റെ പേര്. സൈസ് ഇതാണ് 50 KB to 300 KB PDF ഫോർമാറ്റിലായിരിക്കും. അതേപോലെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സെയിം വേ, ഡിസബിലിറ്റി _certificate എന്നുള്ളതായിരിക്കും അതിന്റെ ഫയൽ നെയിം. 50 to 300 KB PDF ഫോർമാറ്റ് ആയിരിക്കും. PWD റെക്കമെൻഡഡ് ആള് ഫിസിക്കലി ലിമിറ്റേഷൻ ആണ് റൈറ്റ് എന്നുണ്ടെങ്കിൽ PW/recommendation എന്ന് പറഞ്ഞ് 50 KB to 300 KB ആണ് ഇവിടെ സൈസ്. PDF തന്നെയാണ് ഫോർമാറ്റ്. സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫ്, ഫോട്ടോ ID എല്ലാം വരുന്നത് JPG ഫോർമാറ്റിലാണ്. അതിന്റെ എല്ലാ സൈസും വരുന്നത് 20 to 100 KB ആണ്. അതിന്റെ പേര് സിഗ്നേച്ചർ ഫോട്ടോ ID_card എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഈ ഡോക്യുമെന്റ് ചെയ്യാം. ഇത്രയും അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഈ ബാക്ക് ടു യുവർ വിൻഡോ വരും. സോ കോമൺ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾ ഡയറക്ട്ലി കോമൺ ആപ്ലിക്കേഷൻ ഫോം ആണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത്. സോ ഫസ്റ്റ് വി ക്രിയേറ്റഡ് അക്കൗണ്ട്, സെക്കൻഡ് വി രജിസ്റ്റർഡ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം. ദാറ്റ് ഈസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അച്ഛന്റെ പേര്, അമ്മന്റെ പേര്, മെട്രിക്കുലേഷൻ കാര്യങ്ങൾ. ഇത് എഡിറ്റബിൾ അല്ല, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതാണ് കോമൺ ആപ്ലിക്കേഷൻ ഫോം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. അതിന് അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന് ഇവിടെ കാണുന്ന അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ കൊടുക്കാവുന്നതാണ്. സോ അപ്ലൈ ഫോർ എക്സാമിനേഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നിങ്ങളുടെ ഇതുവരെ കൊടുത്ത ഡാറ്റാസ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോമൺ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അവിടെ വരിക. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് കാണാം. സോ ക്ലിക്ക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ലിങ്ക്. ആ സിവിൽ സർവീസ് എക്സാമിനേഷൻ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് പോകുന്നത് പ്രിലിംസ് ആപ്ലിക്കേഷനിലേക്കാണ്. സോ അവിടെ നിങ്ങൾക്ക് പ്രിലിംസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്താണ്, പ്രിലിംസിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. പ്രിലിംസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നിങ്ങളുടെ പ്രിലിംസ് സെന്റർ ആണ്. സോ അവിടെ നിങ്ങൾ ഏത് സെന്ററിലാണ് പ്രിലിംസ് എഴുതാൻ, മുന്നേ മെയിൻസിന്റെ സെന്റർ ഒക്കെ പ്രിലിംസ് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നിങ്ങൾ കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് പ്രിലിംസ് സെന്റർ ആണ്. പ്രിലിംസ് സെന്ററിൽ നിങ്ങൾ ഏത് സെന്റർ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എഴുതാം. കേരളത്തിനെ സംബന്ധിച്ചോളം 3 സെന്ററുകളാണ് ഉള്ളത്: കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. ഇങ്ങനെ 3 സെന്ററുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മെയിൻസിലാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമേ സെന്റർ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ പ്രിലിംസ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ കവർ ചെയ്യും. സെക്കൻഡ് പോകുന്നത് പ്രിലിംസിന്റെ സെന്റർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. തേർഡ് പിന്നീട് പോകുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫീ ഡീറ്റെയിൽസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകും. അതായത് ഫീസ് ഉള്ളവർ, ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചോളം ഫീസ് ഉണ്ട്, പെൺകുട്ടികൾക്ക് ഫീസ് ഉണ്ടാവില്ല. സോ
ഫീസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഫീസ് അടയ്ക്കുക. ഓൺലൈനായിട്ട് ഗൂഗിൾ പേയിലേക്ക് ലിങ്ക് ചെയ്യും, UPI വഴി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ സബ്മിഷനിൽ കൊടുക്കുക. ഫൈനൽ സബ്മിഷന് മുന്നേ റിവ്യൂ വരും. ആ റിവ്യൂ നിങ്ങൾ നോക്കിയതിന് ശേഷം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ആയിരിക്കണം UPSCയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ആദ്യമായിട്ട് ഫില്ല് ചെയ്യുന്ന ആളുകൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അതല്ല മുന്നേ അക്കൗണ്ട് ഉള്ളവർ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ലൈവ് ക്യാപ്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലൈവ് ക്യാപ്ചർ എടുത്തതിന് ശേഷം ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം. സോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെ നിങ്ങൾ വീണ്ടും അതിലൂടെ തന്നെ പോവാം. ഇനി ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈസപ്പ് IASന്റെ ടീം നിങ്ങളെ വിത്തിൻ 24 hours തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയവും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ UPSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫെലോ ആസ്പിരൻസിന് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. And subscribe Rise Up IAS channel, and thank you so much for watching.